ഹായ് എല്ലാവർക്കും നമസ്കാരം. വണ്ടർ സ്ക്രിപ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാട്ടിലാണുള്ളത് കണ്ണൂർ. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിങ്ങൾക്ക് ഈവനിംഗ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങളെക്കുറിച്ച് ചെറിയൊരു വിവരണം മാത്രമാണ്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്ലേയിങ് സ്റ്റേഷൻസ് ഏതൊക്കെയാണ് ഈ പേര് പറയുന്നില്ല, നിങ്ങൾക്ക് കാണിച്ച് മാത്രം തരാം. പക്ഷേ നിങ്ങൾക്ക് ചെറിയൊരു ഹിൻറ്റും കൂടി തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ പയ്യാമ്പലം ബീച്ചാണ്. നിങ്ങൾ പയ്യാമ്പലം ബീച്ച് ഒരു ഈവനിംഗ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഏരിയകൾ മാത്രമാണ് പയ്യാമ്പലം ബീച്ചിലുള്ളത്. പഴയ പോലെയല്ല, വളരെ സേഫാണ്. പക്ഷേ റഷ് ഭയങ്കരമാണ്. നിങ്ങൾ വണ്ടി എടുത്തൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. അതിന് നേരെ ഓപ്പോസിറ്റ് തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ വളരെ സേഫായിട്ടുള്ള പാർക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലേയിങ് സ്റ്റേഷൻസ് ഉണ്ട്. അതിലൂടെ ബലൂൺ കളിക്കാൻ കുട്ടികൾക്ക് മാത്രമല്ല, കുട്ടികൾക്ക് റൈഡുകൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് ഫുള്ളി എൻഗേജ് ചെയ്യാൻ പറ്റും. കൂടാതെ ആകാശത്തൊട്ടിലും കൂടിയുണ്ട് അവിടെ. റേറ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് ഹൈ ആണ് റേറ്റ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊരു 10-15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനവർ ചാർജ് ചെയ്യുന്നത് കുറച്ച് ഹെവി തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ആവശ്യകത ഉണ്ടാവും. അത്രയും റൈഡുകളുണ്ട്. ഓരോ റൈഡിലൊക്കെ 1-2 കുട്ടികളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കരുതലിൻ്റെ എക്സ്പെൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവർ റേറ്റ് കൂടുതലായി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ കുട്ടികളെയും കൂട്ടി നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഒരു 2-3 മണിക്കൂർ കുട്ടികൾ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി അവർ സ്പെൻഡ് ചെയ്യുന്നൊരു ഏരിയ തന്നെയാണ്. പാരൻസിനും പറ്റിയ കുറച്ച് റൈഡുകളൊക്കെ ഉണ്ട്. മാത്രമല്ല പാരൻസിനൊക്കെ ശാന്തമായിരിക്കാനും സംസാരിക്കാനൊക്കെ പറ്റിയ ഫാമിലി ഒക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അടിപൊളി സ്ഥലം തന്നെയാണ്. ഇതിൽ ഞാൻ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു 4 മണിക്ക് വന്ന് ഒരു 7-8 മണിക്ക് നിങ്ങൾ ഇറങ്ങുന്ന രീതിയിൽ പാർക്കിലൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ട്രാഫിക് ബ്ലോക്ക് നിങ്ങളെ ശരിക്കും മടുപ്പിക്കും. അത്രയും ഹെവി ട്രാഫിക് ബ്ലോക്കാണ് പയ്യാമ്പലം ബീച്ചിൻ്റെ ഭാഗത്തൊക്കെ. അപ്പോൾ വരുന്നതിൻ്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ വരുന്നത് ഒരു 4 മണിക്ക് വന്ന് 7 മണിക്ക് പോകുന്ന രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് വരിക. അതിനടുത്ത് തന്നെ കുട്ടികൾക്ക് മാത്രമായിട്ടുള്ള പാർക്കുകളുണ്ട്. അതിൽ നിങ്ങൾക്ക് പേരൻസിനും കൂടി പോകാം. പക്ഷേ പേരൻസിന് ഒരു റൈഡൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടുള്ള പാർക്ക് തന്നെയാണ്. അതിനിടയിൽ നിരവധി റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. റേറ്റൊക്കെ കുറച്ച് കൂടുതലാണ്. പക്ഷേ റെസ്റ്റോറൻറ്റ് നിങ്ങൾ ചൂസ് ചെയ്തതിനും അവിടെ ചൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ മറക്കാതെ നിങ്ങൾ പയ്യാമ്പലം വരികയാണെങ്കിൽ ഇത് വിസിറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. കടലിൽ കളിച്ചതിന് ശേഷം